ഇപ്പോൾ ചൂരൽമലയിലും പരിശോധനാ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജോഷ്ല, ചൂരൽമലയിൽ നിന്ന് രക്ഷാപ്രവർത്തകരെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചതിനു ശേഷം ആ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. മനു, ഇവിടെ ചൂരൽമലയിലും രക്ഷാദൗത്യ സേന ഇപ്പോൾ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് പിറകിലായി നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാം. ഇന്ന് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ റഡാർ വിഷ്വൽ അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിരുന്നു എന്ന് പറയുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തു നിന്നും മറ്റൊന്നും ില്ല എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അത്തരത്തിൽ ഈ ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ദൗത്യസേന എന്തെങ്കിലും ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ മൃതശരീരമോ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത്. എന്തായാലും ചൂരൽമലയിൽ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ JCB നിൽക്കുകയും രക്ഷാപ്രവർത്തകർ നിൽക്കുകയും ചെയ്യുന്ന പ്രദേശത്താണോ റഡാർ പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചത്? അതുകൊണ്ടാണോ ആദ്യം അവിടെ തന്നെ തെരയുന്നത്? അല്ല മനു, ആ ബെയിലി പാലത്തിന് തൊട്ട് താഴെയുള്ള പ്രദേശങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇന്നലെ സിഗ്നൽ ലഭിച്ചത്. ആ പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ പരിശോധന നടത്തിയപ്പോൾ മറ്റൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നേരെ എതിർവശം ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഈ പാലത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലത്ത് ഒരു ശിവക്ഷേത്രവും ആൽമരവും ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൻ്റെയും തൊട്ട് അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ ആൽമരം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നത്. ബാക്കി എല്ലാ, അതായത് ആ ക്ഷേത്രവും അതുപോലെ തന്നെ നേരത്തെ ഒക്കെ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വെള്ളാർമല സ്കൂൾ അടക്കം പോയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ സ്കൂളിൽ പോലും 12 കുട്ടികൾ മിസ്സിംഗ് ആണ്. അത്തരത്തിലുള്ള കുറേ ദുരനുഭവങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആളുകൾ മിസ്സിംഗ് ആയ പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. എന്തായാലും കാര്യമായ രീതിയിൽ തന്നെ, അതായത് കാര്യക്ഷമമായി തന്നെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. വളണ്ടിയർമാർ ഓരോ സ്ഥലങ്ങളിലും വളരെ സൂക്ഷ്മമായി പരിശോധന നടത്തുകയാണ്. ഇനി ഉപരിതലത്തിൽ ഇന്നലെ തന്നെ പരിശോധന ഏകദേശം ഒരു ഭാഗത്ത് പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി മണ്ണിനടിയിൽ ജീവന്റെ അംശമോ അല്ലെങ്കിൽ മൃതശരീരമോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പരിശോധന നടത്തേണ്ടത്. അത് ആഴത്തിലുള്ള മണ്ണ് നീക്കിയതിന് ശേഷമുള്ള പരിശോധന മാത്രമേ നടക്കുകയുള്ളൂ. 4 ആൾ പൊക്കത്തിൽ വെള്ളം ഇവിടേക്ക് അടിച്ചു കയറി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇവിടെയുള്ള പരിസരവാസികളൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു രീതിയിലാണെങ്കിൽ അത്രയും ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിലൂടെ വെള്ളം പോയിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും തട്ടി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇവർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, സേന പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചൂരൽമലയിലെ പരിശോധന ഇനി ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഉപരിതല പരിശോധനയിൽ ബാക്കിയുള്ളത്. ആ ഭാഗം കൂടി പരിശോധിക്കുകയാണ്. മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഭാഗത്താണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇനി ഈ പ്രദേശത്തിൽ ഉയർന്ന സ്ഥലം എന്ന് പറയാൻ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്താണ് പരിശോധന നടക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പരിശോധന, ഏകദേശം ഉപരിതല പരിശോധന ഒക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഴങ്ങളിലേക്കുള്ള പരിശോധന ആവശ്യമായിരിക്കുന്നു. ഡ്രോൺ സിഗ്നൽ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ ഇനിയുള്ള പരിശോധന മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനടിയിലേക്ക് ആഴങ്ങളിൽ മൃതശരീരമോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഉപരിതലത്തിൽ ഏകദേശം ഭൂരിഭാഗം പ്രദേശങ്ങളും ഉപരിതലത്തിൽ പരിശോധന നടന്നു കഴിഞ്ഞു. അതായത് സേനയും അതുപോലെ തന്നെ വളണ്ടിയർമാരും സന്നദ്ധ സേനാംഗങ്ങളും ഒക്കെ തന്നെ ഉപരിതല പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് അവർ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ആ രീതിയിലുള്ള ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പരിശോധന മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മനു. ശരി ജോഷില, ചൂരൽമലയിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചൂരൽമലയിൽ
ഉപരിതല പരിശോധന ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പരിശോധന നടക്കുന്ന പ്രദേശത്ത് മാത്രമാണ് ഇനിയിപ്പോൾ ഉപരിതല പരിശോധന നടത്താൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ റഡാറിൻ്റെ സംവിധാനം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആഴങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് റഡാർ ഉപയോഗിച്ച് നടത്തുക. ഇന്നലെ രണ്ടിടങ്ങളിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിലും റഡാർ സംവിധാനം കൂടുതൽ ഉപയോഗിക്കുമെന്ന് അറിയുന്നു. ഒപ്പം മുണ്ടക്കയിലും ഇതേ റഡാർ സംവിധാനം ഇന്ന് കൂടുതലായി ഉപയോഗിക്കും. കാരണം അവിടെയും ഉപരിതല പരിശോധന ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലും ഇന്ന് കൂടുതൽ രീതിയിൽ നടത്തുന്നുണ്ട് എന്നാണ്, റഡാർ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ചാലിയാറിൻ്റെ പ്രദേശങ്ങളിലടക്കം ഇന്ന് പരിശോധന കൂടുതൽ വ്യാപകമായി നടത്തുകയും ചെയ്യും. ആ രീതിയിൽ സമഗ്രമായ തെരച്ചിലാണ് എല്ലായിടങ്ങളിലും. 1342 രക്ഷാപ്രവർത്തകരെയാണ് ഇന്ന് ദുരന്തഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അവരെ രാവിലെ ചൂരൽമലയിൽ അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അവരെ വിവിധ ടീമുകളായി തിരിച്ച് 6 സെക്ടറുകളിലേക്ക് അയച്ചിരിക്കുന്നത്. ആ രീതിയിൽ കൃത്യമായൊരു തെരച്ചിലിനൊരു ക്രമീകരണമുണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ കടത്തിവിടുക. മാധ്യമപ്രവർത്തകർക്കടക്കം പ്രത്യേക ID കാർഡുകളടക്കം നൽകിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിനായി. മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയില്ല എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. ഒപ്പം ഭക്ഷണ വിതരണത്തിനടക്കം പ്രത്യേക ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയുണ്ട്. വിവാദങ്ങളുടെ ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനിടയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ ഒന്നോർക്കുക, നമ്മൾ ഭക്ഷണത്തിലെ കറിക്കഷ്ണം തിരയാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് പോയിരിക്കുന്നത്. അവിടെയുള്ള മനുഷ്യരെ തിരയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് എന്ന ഒരു വലിയ ദുരന്ത സത്യവും നമ്മുടെ മുൻപിലുണ്ട്. അതുകൂടി ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ലോകം ശ്രദ്ധിച്ച ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ ഐക്യം തകരാതിരിക്കുമെന്ന് നമുക്ക് വിഷമത്തോടെയാണെങ്കിലും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും എന്നതാണ് വസ്തുത.